അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ ഓരോ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു നീങ്ങുന്നത്. പുണ്യമാക്കപ്പെട്ട രാവുകളിലൂടെയാണ് നമ്മൾ കടന്നു നീങ്ങുന്നത്. നമ്മളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധമാക്കപ്പെട്ട 27-ാം രാവാണ്. ഇസ്റാ മിഅ്റാജിൻ്റെ രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നല്ല നല്ല അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. ഈ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമുക്ക് മുതലായി. കാരണം എന്താണ്? ഈ 3 കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മൾ മുതലെടുത്തു കഴിഞ്ഞു. ഈ വിശുദ്ധമായ റജബ് മാസം നമ്മൾ സലാം ചൊല്ലി വിട പറയാൻ നിൽക്കുകയാണ്. ഈ 27-ാം രാവോടുകൂടി വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മൾ വിട പറയുകയാണ്. അതിന് മുമ്പ് ഈ 27-ാം രാവിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെല്ലേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം നോമ്പനുഷ്ഠിക്കലാണ്. ഒന്നാമത്തെ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വർഗമാണ്. സ്വർഗം ഉറപ്പ് നൽകുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം ഉറപ്പ് നൽകുന്ന 3 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ 3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദിക്ർ ചൊല്ലേണ്ട ദിക്റുകൾ, നമുക്ക് അമലുകളിലേക്ക് കടക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം നോമ്പനുഷ്ഠിക്കലാണ്. നോമ്പ് നോക്കുക. ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, റജബ് മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ ആലിമീങ്ങൾ കിതാബുകളിൽ എഴുതി വെക്കുന്നതായി കാണാം, കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയോരങ്ങളിലൂടെ നടന്നു പോകുന്ന സമയത്ത്, ഒരു ഖബർ കണ്ടിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഈ ഖബറിൽ കിടക്കുന്ന ആള് ഭയാനകരമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഖബറാളി ഭയാനകരമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താണ് തങ്ങളെ അവിടുന്ന് അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവിടുന്ന് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ശിക്ഷ അല്ലാഹ് നീ ലഘൂകരിക്കണേ അല്ലാഹ്. റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷ അല്ലാഹു കുറക്കുമായിരുന്നു. റജബ് മാസത്തിൽ വന്നിട്ട് അവൻ നോമ്പെങ്ങാനും അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശിക്ഷ അള്ളാഹു ഒഴിവാക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് വരുന്ന ഒരു ഓഫറാണ് ഈ 27-ാം രാവിലെ നോമ്പനുഷ്ഠിക്കൽ. എന്നാണ് നോമ്പ്? 27-ാം ഇസ്റാ മിഅ്റാജ് വ്യാഴാഴ്ചയും അതിൻ്റെ രാവ് ബുധനാഴ്ചയുമാണ്. ആ ഇസ്റാ മിഅ്റാജിൻ്റെ വ്യാഴാഴ്ചത്തെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. ഇസ്റാ മിഅ്റാജിൻ്റെ നോമ്പ് വ്യാഴാഴ്ചയാണ് ഇസ്റാ മിഅ്റാജിൻ്റെ നോമ്പ്. ആ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുക. അപ്പം അതാണ് പറഞ്ഞത്, റജബ് മാസത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ഖബറിലെ ശിക്ഷ അള്ളാഹു ഇല്ലാതാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ആ നോമ്പ്, ആ സുന്നത്താക്കപ്പെട്ട മഹത്തമായ ആ നോമ്പ് എല്ലാവരും പിടിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നോമ്പുകൾ അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട രാവുകളിലൂടെയാണ്, ദിവസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബിനെ പറ്റി പറഞ്ഞത് എന്താണ്? റജബുൻ ഷഹറുല്ലാഹ്, റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. റമളാനു ഷഹറു ഉമ്മത്തി, റമളാൻ ഉമ്മത്തിനുള്ള മാസമാണ്. ഈ റജബ് മാസത്തിൽ നമ്മൾ നോമ്പുകൾ അനുഷ്ഠിച്ച് നല്ല നല്ല അമലുകൾ ചെയ്ത് ശഅബാനിലേക്കും റമളാനിലേക്കും നമ്മൾ ഒരുങ്ങണം. നമ്മൾ ശഅബാനിലേക്കും റമളാനിലേക്കും ഒരുങ്ങണം. അതിന്നിട്ട് റമളാൻ മാസത്തിൽ നല്ല നല്ല നോമ്പ്, നല്ല നല്ല അമാലുകൾ ചെയ്ത് നോമ്പുകൾ അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ വളരെ മഹത്തമാണ്, വളരെ പ്രതിഫലമുള്ള മാസം കൂടിയാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, ആ നദിയുടെ പേരാണ് റജബ്. ആ നദിയുടെ പേരെന്താണ്? റജബ് എന്നാണ്. അതിലൂടെ ഒഴുകുന്ന പാനീയം പാലിനേക്കാളും നിറമുള്ളതും തേനിനേക്കാളും മധുരമുള്ള പാനീയമാണ് ആ നദിയിലൂടെ ഇങ്ങനെ ഒഴുകുന്നത്. ആ നദിയിലെ പാനീയം കുടിപ്പിക്കപ്പെടും. ആരെ കുടിപ്പിക്കപ്പെടും? റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ച ആളെ കൊണ്ട് അതിലെ പാനീയം കുടിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രതിഫലം? റജബ് മാസത്തിൽ ഒരാൾ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നരകത്തിലെ ശിക്ഷ അല്ലാഹു ഒഴിവാക്കും, ശിക്ഷയെ തൊട്ട് അല്ലാഹു ഒഴിവാക്കും. പിന്നെ അതുപോലെ മുഅ്മിനീങ്ങളെ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നോമ്പ് എന്തായാലും നിർബന്ധമായിട്ടും ആ നോമ്പ് നിങ്ങൾ പിടിക്കുക. എന്താണ് അതിൻ്റെ ഫളായിലുകൾ? നമ്മൾ ഈ പറയുന്ന ഫളായിലുകളാണ് ആ നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നൊരു പുഴയുണ്ട്, ആ നദിയുണ്ട്. ആ നദിയുടെ പാനീയം റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിച്ച ആളെ കൊണ്ട് കുടിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഈ നോമ്പ് മദനാവാൻ അതുപോലെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നോമ്പെടുക്കാനും അമാലുകൾ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? റജബ് മാസത്തിൽ ആരെങ്കിലും സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു മിസ്കീനിനോ ഒരു ഫഖീറായ മനുഷ്യനോ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവനക്ക് സ്വർഗം കൊടുക്കുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും റജബ് മാസത്തിൽ സ്വതക്കകൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെ വീടിൻ്റെ ഉമ്മരപ്പടിയിലേക്ക് വരുന്ന ഫഖീറായ മനുഷ്യന് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ, ആലിമീങ്ങൾക്ക് സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ കടത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. സ്വതക്കുകൾ അധികരിപ്പിക്കുക. റജബ് മാസത്തിൽ നമ്മൾ സ്വതക്കുകൾ അധികരിപ്പിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും റജബ് മാസത്തിൽ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ അവൻക്ക് പ്രവേശിക്കാം എന്ന് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. എത്ര ഫളായിലുകളാണ് ഈ റജബ് മാസത്തിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ. നമ്മളോട് സലാം പറഞ്ഞ് പിരിയാൻ പോവുകയാണ്. ഈ മഹത്തമാക്കപ്പെട്ട രാവിൽ നല്ല നല്ല അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മൂന്നാമത്തെ ഫളായിൽ എന്താണ്? റജബ് മാസത്തിൽ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റജബ് മാസത്തിൽ ആരെങ്കിലും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തൗബയെ സ്വീകരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. റജബ് മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ആരെങ്കിലും നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അവൻ്റെ നരകത്തിൽ, അവൻ്റെ ഖബറിലെ ശിക്ഷയെ അള്ളാഹു ലഘൂകരിക്കുമെന്ന് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഫളാഇൽ, രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റജബ് മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമതായി ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗം ഉറപ്പാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ തൗബ ചെയ്യുക. നമ്മൾ എന്തൊക്കെയാണോ തെറ്റുകൾ ചെയ്ത് എല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് റജബിലും ശഅബാനിലും അമാലുകൾ ചെയ്ത് റമദാനിലേക്ക് നമ്മൾ ഒരുങ്ങി തയ്യാറാകുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെറുതും വലുതുമായ തെറ്റുകൾ രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ 27-ാം രാവ് ഇസ്റാ മിഅ്റാജ് എല്ലാവരും അറിഞ്ഞതാണ്. ആ രാവിൻ്റെ ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ നമ്മൾ അറിഞ്ഞതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അമാലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് ദിക്റുകൾ ചൊല്ലി, റജബ് മാസത്തിൽ അവസാനത്തെ 10 കുറച്ച് ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് 27-ാം രാവിലേക്ക് നമ്മൾ ഒരുങ്ങി തയ്യാറാകുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെയാണ്, ഇന്ന് കഴിഞ്ഞാൽ നാളെയാണ് ബുധനാഴ്ച. സൂര്യൻ അസ്തമിച്ചത് മുതലാണ് 27-ാം രാവ്. അല്ലാഹു അന്ന് അമാലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മജ്ലിസിൽ അന്ന് ദിക്റുകളും ദുആകളും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു 100 പ്രാവശ്യം റജബ് അവസാനത്തിലെ 10 ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്ത് മടങ്ങാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലുന്നതാണ് എല്ലാ മജ്ലിസുകളിലും. ഇൻഷാ അല്ലാഹ് ഈ റജബിൽ അവസാനത്തെ 10 എല്ലാ മജ്ലിസിലും നമ്മൾ ചൊല്ലി ഒരു 100 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുന്നതാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചൊല്ലിയത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി റഊഫ്, 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 സുബ്ഹാനല്ലാഹി റഊഫ്,
സുബ്ഹാനല്ലാഹി റഊഫ് 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 സുബ്ഹാനല്ലാഹി റഊഫ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 33 പ്രാവശ്യം ഈ രാവുകളിൽ ഇസ്തിഗ്ഫാറുകളെ അധികരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് തൗബ ചെയ്യണം. മൂന്നാമതായി പറഞ്ഞത് തൗബ ചെയ്ത് മടങ്ങണം. നമ്മൾ ധാരാളം തെറ്റുകൾ ചെയ്തവരാണ്. ഇതിനെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ വന്നു പോയവരാണ്. നമ്മൾ പാപികളാണ്. നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഒരു 33 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ രാവുകളിൽ ചെല്ലേണ്ട മറ്റൊരു ദിക്റാണ്. നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം കാര്യങ്ങൾ നടക്കാത്ത കാര്യങ്ങൾ, ധാരാളം ഉദ്ദേശങ്ങൾ നടക്കാത്ത ഉദ്ദേശങ്ങൾ, ധാരാളം ഉദ്ദേശങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ധാരാളം മുറാദുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. ഈ രാവുകളിൽ നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ സകലമാന നടക്കാത്ത മുറാദുകൾ അള്ളാഹു ഹാസിനാക്കി തരും. അള്ളാഹു ഹാസിനാക്കി തരുമാറാകട്ടെ. ഒരു 33 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ല, ഈ ദിക്ർ ചൊല്ല.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് നമുക്കിനി സ്വലാത്ത് ചൊല്ലി ഫാത്തിഹ ഓതി ഇഖ്ലാസുകളോതി മഅവ്വിദത്തൈനികളോതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങളുള്ളവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ധാരാളം പ്രതിസന്ധികളിൽ ജീവിതം തള്ളി നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ധാരാളം ആളുകൾ വിളിച്ച് ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകളുണ്ട്. തങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ ഞങ്ങൾ കാര്യം മറന്നു പോകല്ലേ, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസത്തിലെ നല്ല ദിവസത്തിൽ, നല്ല രാവിലെ, നല്ല മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 11 സ്വലാത്ത് കൂടുതലൊന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളാ ഷരീഫിലേക്ക് നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ദുരിതങ്ങൾ മാറാൻ, നമ്മളെ വല്ലായ്മകൾ മാറാൻ, നമ്മളെ ടെൻഷനുകൾ മാറാൻ, മാനസിക വിഭ്രാന്തികൾ മാറാൻ, മാറിക്കിട്ടാൻ, നീങ്ങിക്കിട്ടാൻ, സിഹർ പോലുള്ള, കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ അല്ലാഹു നമ്മളെ രക്ഷിക്കാൻ, അത് ബാത്തിലായി പോവാൻ, എല്ലാത്തിനും വേണ്ടി ഹബീബായ തങ്ങൾ റൗളാ ഷരീഫിലേക്ക് ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളാ ഷരീഫിലേക്ക് ഒരു 11 സ്വലാത്ത് മഹാന്മാർ ചൊല്ലിയതാണ്, നമ്മോട് ചൊല്ലാൻ കൽപ്പിച്ചതുമാണ്. മഹാന്മാരുടെ ഇജാസിയത്ത് പ്രകാരം ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ഏറ്റു ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഫാത്തിഹ ഓതി ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈനികൾ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി നമ്മളെ വല്ലായ്മകൾ പോരായ്മകൾ ദുഃഖങ്ങൾ ടെൻഷനുകൾ എല്ലാം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. നല്ല ദിവസത്തിലാണ് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ, നല്ല ദിവസത്തിലാണ്. നമുക്ക് തൗബ ചെയ്ത് എല്ലാ പാപങ്ങളും അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഈ റജബ് മാസത്തിലെ ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിൻ്റെ ഫളായിലുകൾ നമ്മൾ പറഞ്ഞതാണ്, മുന്നേ പറഞ്ഞതാണ്. അതിൻ്റെയൊക്കെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് സൂറത്ത് എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഓതുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മുഅവ്വിദത്തൈനികൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതാൻ പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട്, സൂറത്തിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ സകലമാന പൈശാചികമായ ഉപദ്രവങ്ങൾ അല്ലാഹുവേ നീ ബാത്തിലാക്കി കളയണം അല്ലാഹ്, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ, നീ കരീച്ച് കളയണേ അല്ലാഹ്, നീ കരീച്ച് കളയണേ അല്ലാഹ്. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാൻ പോവുകയാണ്. സകലമായ ഉദ്ദേശങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുക, എല്ലാ മുറാദുകളും നിങ്ങൾ മനസ്സിൽ കരുതുക. പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിക്കുക, എന്ത് മുറാദാണോ. നല്ല ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, നല്ല മാസത്തിലും നല്ല ദിവസത്തിലുമാണ്. പടച്ചോനോട് നിങ്ങൾ ചോദിച്ചോളി, പടച്ചോൻ ഉത്തരം നൽകും, അല്ലാഹു ഉത്തരം നൽകും, അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ, അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ
കഴിഞ്ഞ വീഡിയോസിൽ 4444 നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കാൻ പറഞ്ഞ കഴിഞ്ഞ മജ്ലിസിൽ ധാരാളം ആളുകൾ നേർച്ചയാക്കിയവരുണ്ട്. ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതി നേർച്ചയാക്കിയ ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോസിലെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിരുന്നു. അതുപോലെ ഈ വീഡിയോസിൽ ആരൊക്കെയാണോ മുറാദുകൾ മനസ്സിലുള്ളത് എല്ലാവരും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസിൽ അവരുടെ പേരുകൾ വായിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. കഴിഞ്ഞ വീഡിയോസിൽ ധാരാളം ആളുകൾ രേഖപ്പെടുത്തിയവരുണ്ട്. എഴുതാൻ അറിയാത്തവരത് ഉസ്താദ് തങ്ങളെ എനിക്ക് കമൻറ്റ് എഴുതാൻ അറിയില്ല, തങ്ങളെ ഞാൻ വിളിച്ചു പറയുന്നുണ്ട്. വിളിച്ചു പറയുന്നവർക്ക് പറയാം, ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്. പല പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ചികിത്സയ്ക്ക് വേണ്ടി കൺസൾട്ടിങ്ങിന് വേണ്ടി തേടി വരുന്ന ആളുകൾ വിളിക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് വിളിക്കാം. ഒഴിവിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളത് വായിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സൈനബ് എന്നൊരു സഹോദരി ടെൻഷനും വിഷമം മാറാൻ ദുആ ചെയ്യണം തങ്ങളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, എന്ത് ടെൻഷനാണ്, എന്ത് പ്രയാസമാണ്, അള്ളാഹുവെ നീ നീക്കി കൊടുക്കണേ, അള്ളാഹ് നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ ധാരാളം ആളുകൾ, ഫസീല എന്നൊരു സഹോദരി, എൻ്റെയും മകളുടെയും രോഗങ്ങൾ ശിഫയാവാൻ തങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹുവേ, എന്ത് രോഗമാണോ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹുവേ നീ ശിഫാ കൊടുക്കണേ. അല്ലാഹ് നീ പരിപൂർണ ശിഫാ കൊടുക്കണേ തമ്പുരാനെ, ശിഫാ കൊടുക്കണേ അല്ലാഹ്. നമ്മൾ മജ്ലിസിൽ അബ്ദുൽ റസാഖ് എന്നൊരു സഹോദരന് 4444 സ്വലാത്ത് നേർച്ചയാക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് അയച്ചിട്ടുണ്ട്. പിന്നെ ഷഹീന എന്ന് പറഞ്ഞൊരു സഹോദരി ഇൻഷാ അല്ലാഹ് എന്ന് അയച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അവരുടെ സകലമായ ഉദ്ദേശങ്ങൾ അള്ളാഹു നീ ഹാസിലാക്കി കൊടുക്കണേ. അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മുഹമ്മദ് സഫ്വാൻ കടം വീടാനും വീട് പണി പൂർത്തിയാവാനും തങ്ങൾ ദുആ ചെയ്യണം, നേർച്ചയാക്കിയിട്ടുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹുവേ വീട് പണി, ഒരു നല്ലൊരു വീട് അള്ളാഹുവേ നീ അവർക്ക് കൊടുത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. തമ്പുരാനെ നീ കൊടുത്തനുഗ്രഹിക്കണേ അള്ളാഹ്. നല്ലൊരു ഭവനം അള്ളാഹുവെ അവർക്ക് നീ കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ കടങ്ങൾ അള്ളാഹുവെ നീ വീടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ്. നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ ധാരാളം ആളുകൾ. റഹീന റഷീദ് എന്ന് പറഞ്ഞൊരു സഹോദരി, മകൻ ദുബായിലേക്ക് പോവാൻ പരീക്ഷ എഴുതുന്നുണ്ട്. അതിൽ പാസ്സാവാനും പഠിച്ച് ജോലി പെട്ടെന്ന് കിട്ടാനും സ്വലിഹായ പെണ്ണ് ലഭിക്കാനും തങ്ങൾ ഒന്ന് ദുആ ചെയ്യണം. അള്ളാഹുവേ ആ പൊന്നു മോൻക്ക് അള്ളാഹുവേ അവർ ഉദ്ദേശിക്കുന്ന ജോലി അള്ളാഹുവെ നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ്. നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ്. ഒരു സ്വലിഹായ ഒരു ഇണയെ അള്ളാഹുവെ നീ ഒരുമിപ്പിക്കണേ അള്ളാഹ്. നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ബദരിയ എന്നൊരു സഹോദരി ദുആയിൽ ഉൾപ്പെടുത്തണേ തങ്ങളെ. ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മുഹമ്മദ് നസീം നേർച്ചയാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലും. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറാൻ തങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എന്ത് പ്രയാസമാണോ എന്ത് വിഷമമാണോ അല്ലാഹുവേ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ പേരില്ലാത്ത കുറേ ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ പേര് വായിക്കാൻ പേരുകളിലെ യൂസർ മാത്രമേ ഉള്ളൂ. അള്ളാഹുവെ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹുവെ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. ആരാണെങ്കിലും അള്ളാഹുവെ അവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ നിറവേറാൻ ഞങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നസീമാവി തങ്ങളെ ഞാൻ നേർച്ചയാക്കി നാരിയത്തു സ്വലാത്ത് അള്ളാഹുവെ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുവെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. മുഹമ്മദ് എന്നൊരു സഹോദരൻ അള്ളാഹുവെ അസുഖം മാറാനും നീ നേർച്ചയാക്കിയിട്ടുണ്ട്. അള്ളാഹുവെ എന്ത് അസുഖമാണെങ്കിലും അള്ളാഹുവെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്.
ഒരു സഹോദരി അള്ളാഹുവെ നേർച്ചയാക്കി എൻ്റെ തലവേദന മാറാൻ അള്ളാഹുവേ, എന്ത് മാറാത്ത തലവേദന അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഫാത്തിമ എന്നൊരു സഹോദരി, ഉസ്താദെ ഞാനും ഇപ്പോൾ നേർച്ചയാക്കി എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദെ, എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ഇന്നും രാവിലെ ഉസ്താദിനെ വിളിച്ചിരുന്നു. അള്ളാഹുവെ അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും അള്ളാഹുവെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും എന്തിനാണോ അവർ നേർച്ചയാക്കിയത് അള്ളാഹുവെ അവർക്ക് നീ നൽകണേ അല്ലാ, അവർക്ക് കൊടുക്കണേ അല്ലാ. സൽമ എന്നൊരു സഹോദരി, തങ്ങളെ എൻ്റെ മകൾക്ക് ഹൈറായ വിവാഹം ശരിയാവാൻ ദുആ ചെയ്യണേ. 22 വയസ്സായി, 1.5 വർഷമായി നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. അള്ളാഹുവേ സ്വാലിഹായ ഒരു ഇണയ അള്ളാഹുവെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ, നാരിയത്തു സ്വലാത്തിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ ഒരുമിപ്പിക്കണേ അല്ലാ, നീ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാ, നേർച്ചയാക്കി ആ മാനസിക രോഗം ശിഫയാകാൻ വേണ്ടി അള്ളാഹുവിനെ ശിഫ കൊടുക്കണേ അല്ലാ. ജമീല എന്ന സഹോദരിയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ദുആ ചെയ്യണേ തങ്ങളെ. അങ്ങനെ ധാരാളം ആളുകൾ തങ്ങൾ അവിടുത്തെ ദുആയിൽ പങ്കെടുത്തണേ അല്ലാ. അള്ളാഹുവിയുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനെ നീക്കി കൊടുക്കണേ. ഞാൻ നിയത്തി ചെയ്തു 4444 നാരിയത്തു സ്വലാത്ത് മകളുടെ വിവാഹം ശരിയാവാൻ വേണ്ടി അള്ളാഹുവെ എത്രയും പെട്ടെന്ന് റാഹത്തായ നല്ലൊരു ഇണയെ നീ ഒരുമിപ്പിക്കണേ അല്ലാ, നീ ഒരുമിപ്പിക്കണേ തമ്പുരാൻ. റാഹത്തായ നല്ലൊരു ഇണയെ അള്ളാഹുവെ അവർക്കൊക്കെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ പേര് വായിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ തമ്പുരാൻ അള്ളാഹുവിയുടെ സകലമായ ഉദ്ദേശങ്ങളും അള്ളാഹുവിനെ നീ ഹസിലാക്കണേ തമ്പുരാനെ. ഈ മജ്‌ലിസിൽ ആർക്കൊക്കെയാണോ ദുആ ചെയ്യാൻ, ആർക്കൊക്കെയാണോ പ്രയാസങ്ങളുള്ളവർ പറഞ്ഞറിയിക്കാൻ, പ്രയാസങ്ങളുള്ളവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂട്ടമായി ദുആ ചെയ്യും. അടുത്ത മജ്‌ലിസ് മിഅ്റാജ് രാവിലെ മജ്‌ലിസാണ്. അള്ളാഹു ഉത്തരം കിട്ടുന്ന മജ്‌ലിസാണ്. നമുക്ക് ദുആ ചെയ്ത് ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയാ. അള്ളാഹു നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കമന്റ് ബോക്സിൽ എഴുതാൻ അറിയാത്തവർ ഈ വീഡിയോസ് കാണുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. ധാരാളം ആളുകൾ നമ്മൾ മോശക്കാരായിക്കോട്ടെ, ഞാനൊക്കെ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ മോശക്കാരായിക്കോട്ടെ, ധാരാളം ആളുകൾ സ്വാലിഹായ ആബിദീങ്ങൾ ഇതിനാമീൻ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിയുടെ ദുആ സ്വീകരിച്ചാൽ അവരാമീനെങ്ങാനും അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തം മുതലായി, നമ്മളെ മജ്‌ലിസ് കാണൽ മുതലായി, എല്ലാം മുതലായി. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا رحيم يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا رافع يا الله، يا سميع يا الله، يا ذا الجلال والإكرام، يا ذا الجلال والإكرام، يا ذا الجلال والإكرام. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. حسبنا الله نعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا ودود يا ودود. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ.
നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സലഫ് സ്വാലിഹീങ്ങൾ, ആബിദീങ്ങൾ, മുസന്നിഫീങ്ങൾ, മുഫസ്സിരീങ്ങൾ, മൺമറഞ്ഞു പോയ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ഇവിടൊക്കെ ഹഖ് ജാബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അടിയങ്ങളുടെ തേട്ടം നീ സ്വീകരിക്കണേ അല്ലാഹ്. അടിയങ്ങൾക്ക് കൃപ നൽകണേ തമ്പുരാനെ. അടിയങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അടിയങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. നിന്റെ മുശാഹദയിലായി ഞങ്ങളെ ജീവിപ്പിച്ച് നിന്റെ മുശാഹദയിലായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കാനുള്ളത് അല്ലാഹുവിൻ്റെ ആഖിറത്തിൻ്റെ കാര്യമാണ് തമ്പുരാനെ. ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ. അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഹാസിലാക്കണേ തമ്പുരാനെ. ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ രോഗികളാണ് തമ്പുരാനെ. രോഗശമനം നീ നൽകണേ അല്ലാഹ്. രോഗശമനം നൽകണേ തമ്പുരാനെ. തങ്ങളെ ഊരവേദനയാണ്, പ്രയാസപ്പെടുകയാണ്. തങ്ങൾ മജ്ലിസിൽ ദുആ ചെയ്യണം അല്ലാഹുവേ. മാറാത്ത ഊരവേദന കൊടുത്തവരെ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. ഉള്ളവർക്ക് അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. കാലുവേദനയാണ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തവരുണ്ട്. മാറാത്ത കാലുവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ബുദ്ധിമുട്ടിലായിട്ടല്ല തമ്പുരാനെ. ഇബാദത്തിന് പോലും തടസ്സമുള്ള ഇബാദത്തിന് പോലും തടസ്സം വരുന്ന രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ലിവർ സംബന്ധമായ രോഗികൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. കിഡ്നി സംബന്ധമായ രോഗികൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഹൃദയ സംബന്ധമായ രോഗികൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, സകലമായ രോഗങ്ങളല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീയാണ് ഷാഫിഅ തമ്പുരാനെ. നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. മാരകമായ ക്യാൻസർ രോഗം, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങളല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഉള്ളവർക്ക് പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ നയിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ പോയി കെട്ടിവെക്കുന്ന അത്തരം അവസ്ഥ, അത്തരം രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. ഞങ്ങളെ ശരീരം കീറി മുറിക്കുന്ന രോഗികളാക്കി അല്ലാഹ് ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. ഞങ്ങളെ മാറ്റല്ലേ തമ്പുരാനെ. അടിയങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, തഖ്വയുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. വറഉള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ശുദ്ധീകരിക്കണേ തമ്പുരാനെ. കിബ്ർ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, അസൂയയുള്ള മനസ്സ് അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. തങ്ങളെ ഹസ്ബൻഡിന്റെ കാര്യം, ഭർത്താവിന്റെ കാര്യത്തിൽ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഭർത്താവിന്റെ ദുശീലങ്ങൾ മാറാൻ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹീമീനായ തമ്പുരാനെ, സകലമായ പ്രയാസങ്ങളും അല്ലാഹുവേ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഖൈറായ ജോലി പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ധാരാളം ആളുകൾ മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞ്, ജോലി പ്രയാസങ്ങൾ പറഞ്ഞ്, മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന, ബന്ധപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ. എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാഹ്. അടുപ്പിക്കണേ തമ്പുരാനെ. മക്കളുടെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞ്, മകന്റെയും മകളുടെയും വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന, ബന്ധപ്പെടുന്ന ആളുകളുണ്ട് തമ്പുരാനെ. അവർക്ക് ലാഹിക്ക
ലാഹിക്കായ ഇണകൾ അടുപ്പിക്കണേ അല്ലോ, ലാഹിക്കായ ഇണകൾ അടുപ്പിക്കണേ തമ്പുരാനെ. സന്തോഷപൂരിതമായ ഒരു കുടുംബ ജീവിതം അല്ലോ അവർക്ക് കൊടുക്കണേ അല്ലോ, കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. തങ്ങളെ ഒരു വീടില്ല, തങ്ങൾ ദുആ ചെയ്യണം, മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. വീട് പണി പൂർത്തിയാവാൻ തങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. പച്ച മണ്ണിൽ കുറ്റിയടിച്ച് തറയിട്ട് കട്ടില വെച്ച് തങ്ങളെ കീശയും മേശയും കാലിയാണ്. അല്ലാഹുവേ നിന്റെ ഖജനാവ് വിശാലമാണ് തമ്പുരാനെ, അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. റാഹത്തായ ഒരു ഭവനം അല്ലാഹു അവർക്ക് കൊടുക്കണേ അല്ലാ, അതിൽ കയറിയിരിക്കാനും റാഹത്തായി കൂടാനും അല്ലാ തൗഫീക്ക് കൊടുക്കണേ അല്ലാ, തൗഫീക്ക് കൊടുക്കണേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് അല്ലാ ഖൈറായ വീട് കൊടുക്കണേ അല്ലാ, സന്താന ഭാഗ്യമില്ലാത്തവർക്ക് അല്ലാ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, സ്വലിഹത്തായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിയെയും കൊയക്കല്ല അല്ലാ, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. ധാരാളം പ്രവാസികൾ സ്ഥിരമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരുണ്ടല്ലോ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാ അവരുടെയൊക്കെ അവരെ എണ്ണി എണ്ണി അവരെ ഒന്നും എണ്ണി പറയുന്നില്ല തമ്പുരാനെ, എല്ലാം മനസ്സിലുണ്ട് അല്ലാ. അവരുടെ സകലമായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രവാസ ജീവിതം അല്ലാ പ്രയാസകരമാക്കല്ല അല്ലാ, പ്രയാസകരമാക്കല്ല അല്ലാ, ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ, ഇടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ, മുസീബത്ത് ബലാകൾ അല്ലാ അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ. അവിടുന്ന് മരണപ്പെട്ട് ജനാസ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാ. അത്തരം അവസ്ഥയിൽ അവരെ ആക്കല്ലോ അല്ലാ, അത്തരം അവസ്ഥ അവർക്ക് കൊടുക്കല്ല തമ്പുരാനെ, കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെല്ലാം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി അല്ലാഹ് ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം യുവാക്കളുണ്ട് തമ്പുരാനെ, അവരെ മയ്യത്തിനാക്കല്ലേ അല്ലാ, അത്തരം അവസ്ഥ കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹ് മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ കഴിഞ്ഞ മജ്ലിസിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകളുണ്ട്. സ്വലാത്ത് 4444 നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കിയ ആളുകളുണ്ട് തമ്പുരാനെ. ധാരാളം യുവതികളുണ്ട് തമ്പുരാനെ, ധാരാളം യുവാക്കളുണ്ട് തമ്പുരാനെ. അല്ലാഹുവിന്റെ സകലമായ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർ എന്താണോ അവരുടെ ചെറുതും വലുതുമായ ഉദ്ദേശങ്ങളല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി തമ്പുരാനെ. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, കണ്ണെത്താ ദൂരത്തോളം ഖബർ നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഇപ്രകാരം ആവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നത് പോലെ ഉരുകിത്തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഖബർ ജീവിതം റാഹത്താക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കണ്ണെത്താ ദൂരത്തോളം ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫുറാശുപ്പാട പൊന്നുപ്പാന്റെ ഖബറിലേക്ക് നീ വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ തമ്പുരാനെ. മറോടണച്ച് അമ്മിഞ്ഞ പാല് തന്ന പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഉമ്മാന്റെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തോളം നീ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്ന് ഫിറാശുമ്മാന്റെ പൊന്നുമ്മാന്റെ ഖബറിൽ നീ വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടും. ഉണക്കക്കട്ടിൽ ഞങ്ങൾ എങ്ങനെ മലർത്തിയങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരകപ്പെടും. ആ സമയത്ത് അല്ലാഹുവേ മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ അല്ലാ, മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണേ തമ്പുരാനെ. വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളുടെ ജനാസയെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയെ പെടുത്തണേ തമ്പുരാനെ. ഉരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും.
അല്ലാഹുവേ ഞങ്ങളെ കബറ് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമാലുകളെ നീ കൂട്ടാളിയാക്കണേ അല്ലാ, കൂട്ടാളിയാക്കണേ തമ്പുരാനെ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാ. നിന്റെ മലാക്കന്മാരുടെ സഹായം അല്ലാ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖായിലും ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഹുദവി നൽകണേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഒരു ഉമ്മക്കും സ്ഥലത്തിന്റെ ഭാഗത്ത് കുരുവന്ന് പൊട്ടിയൊലിച്ച് സ്ഥലം മുറിച്ച് മാറ്റുന്നൊരവസ്ഥ ഒരു ഉമ്മാക്കും കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും കൊടുക്കല്ലേ അല്ലാ, ഒരാൾക്കും കൊടുക്കല്ലേ തമ്പുരാനെ. സ്ഥിരമായി മജ്‌ലിസ് കാണുന്ന ആളുകളുണ്ട് അല്ലാഹുവേ, അവരെ നീ സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ, സ്വർഗത്തിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരല്ലോ നീ സ്നേഹിക്കണേ തമ്പുരാനെ, നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല തമ്പുരാനെ, നിന്റെ ഔദാര്യം കൊണ്ടല്ലോ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.